ബൈ ബൈ. അങ്ങനെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ ഇറങ്ങാണ്. എങ്ങോട്ടെന്ന് വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ സ്ഥലത്തെത്തി നമ്മുടെ ഡാക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മേളിൽ കയറി നോക്കുമ്പോ കൊച്ചേട്ടൻ ലുക്കിനായിട്ടുണ്ട്. കൊച്ചു കള്ളൻ ആള് ചെയ്യുന്ന ബെഡ ഫാനാട്ടാ. പിന്നെ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ജിം ടൂർ ആയിട്ട്. ഈ സമയത്തൊക്കെ വരാണെങ്കിൽ നമുക്ക് ജിമ്മിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് വർക്കൗട്ട് ചെയ്യാം. ഇന്ത്യയിൽ വന്നല്ല അപ്പൊ 2 ബൈസ്കോൾ അടിച്ചു. അങ്ങനെ പതുക്കെ ബാക്കിയുള്ളവരും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. ഈ ചേട്ടൻ എന്റെ വലിയ ഫാനാണ്. വയ്യ ഇതുവരെ നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ല. അപ്പൊ കൊച്ചേട്ടൻ പറയണതല്ല അതിന്റെ ഒരു ഇത്. അങ്ങനെ നമ്മുടെ വണ്ടി പുറപ്പെട്ട് എല്ലാവരും വൈഭവം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോകുമ്പോ ജാതല്ലോട്ടോ വിജയണ്ണ കാശിയാണെന്നും അന്തും പറഞ്ഞിരിക്കുക. അലക്സ് പെട ഉറക്കാട്ടാ. അതിനിടയിൽ ചായ കുടിക്കാൻ നിർത്തി. പിന്നെ നമ്മൾ എവിടെ പോയാലും വൈബല്ലേ. അതിനിടയിൽ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജിമ്മിത്തെ പിള്ളേരാന്ന് കേട്ടപ്പോ ആള് അധികം ചെക്ക് ചെയ്യാൻ നിന്നില്ല. പെട്രോൾ പമ്പിലത്തെ ബാത്റൂമിൽ പോ വിപിൻ ചേട്ടാ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ട്രെയിൻ പോകണമെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ എല്ലാരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ട്രെയിൻ പുറപ്പെടാനുള്ള സമയമുണ്ട്. അങ്ങനെ എല്ലാവരും ട്രെയിനുള്ളിൽ കയറിയിരുന്ന് ട്രെയിൻ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറയല്ലോ പെട കഴിച്ചിട്ടാണ്. ഒരിക്കലെങ്കിലും കയറണം കൊച്ചേട്ടാ. പിന്നെ ഒരു സെക്ഷൻ ഫുള്ള് നമ്മുടെ പിള്ളേരായിരുന്നു. ഫുൾ വൈബാ. അപ്പുറത്തൊരു ചെറിയ ഇടക്കിടക്കനെ നോക്കണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ വീടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടില്ല. കൊച്ചാണെങ്കിൽ ഓഫായി. ഇങ്ങനെ മരങ്ങൾ വരുമ്പോ എലമ തള്ളാണ് എന്റെ പണി. സത്യം പറയല്ലോ കാശ് കാണാൻ നല്ല ഭംഗിയാണ്. മനുഷ്യന് തണുത്തിട്ട് ഇരിക്കാൻ പറ്റണില്ല. ഇവനാണെങ്കിൽ തണുത്തിട്ട് വറച്ചിട്ട് വയ്യ. ആ തണുത്ത കാറ്റടിക്കുമ്പോണ്ടല്ലോ സാറേ പിന്നെ ചുറ്റുള്ള ഒന്നും കാണില്ല. വൈബടിച്ച് ഇറങ്ങേണ്ട സ്റ്റേഷൻ കഴിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് വൈബ് ശരിക്കും തുടങ്ങിയത്. കൊച്ചേട്ടനാണെങ്കിൽ ഓൺലി ടഫ് സ്റ്റെപ്സ് ആള് സ്കോർ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഒരു തുരങ്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊട്ടിയിലെത്തി.